ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിയും യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതൊരു സമയത്തും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ്, ഒരു മാരിഡ് ലൈഫ് ആണ് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ അത്തരത്തിൽ ഒരു ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒരു ലൈഫ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും നിങ്ങൾ നേരിൽ കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടൂടെ കാണുന്നുണ്ട്. മറ്റുള്ള വ്യക്തികൾ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് കാണുന്നുണ്ട്. അതായത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത മേ ബി ഏതെങ്കിലും ഒരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒരു പേഴ്സൺ ഈ ഒരു അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രാം അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന മേഖലയിൽ, ജോലി സ്ഥലങ്ങളിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഉയർച്ച കാണുന്നത് തീരെ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകളെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ജോലി സ്ഥലങ്ങളിലൊക്കെ അതിനെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് നിങ്ങളുമായിട്ട് ആൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവരെപ്പോഴും അതിൻ്റെ ഒരു സ്ട്രഗിളിലും ബുദ്ധിമുട്ടുകളിലും ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടിയിട്ട് വേറെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അപ്പം നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കെയറോ സ്നേഹമോ ഒന്നും നൽകാനോ അവർക്ക് പറ്റുന്നില്ല. അപ്പം അവരുടെ ജോലിയിൽ ഒരുപാട് സ്ട്രെസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രോപ്പറായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ വേണ്ട വിധത്തിലുള്ള അനുയോജ്യമായ ഒരു റിപ്ലൈകളൊന്നും തരുന്നുണ്ടാവില്ല. ഇതെല്ലാം നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഇപ്പോൾ വ്യക്തി പെരുമാറുന്നത്? എന്നോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്നെ അവഗണിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. മേ ബി നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അവരുടെ ലൈഫിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾസും ട്രോമാസും ഒക്കെ മാറിപ്പോകുന്നു. അവർ ആഗ്രഹിച്ച ഒരു ഡ്രീം അവർ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. കാരണം അത്ര
അത്രമാത്രം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്നാൽ മാത്രമേ അവരുടെ ലൈഫിനൊരു കംപ്ലീറ്റ് ആവുന്ന ഒരു ഫീൽ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അവരുടെ മനസ്സിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ഓൺ ചെയ്യേണ്ടത് എന്നിങ്ങനെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരോ ഒരാൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളൊരു മിസ്സിങ് പീസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളായിരിക്കാം കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോയതെന്ന് വിചാരിക്കുന്നു. ഒരു പൂർണ്ണതയില്ലാത്ത, ഒരു കംപ്ലീഷൻ ഇല്ലാത്ത സാഹചര്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്കുള്ളത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരൊത്തിരി നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടാകാം അവർക്ക് നിങ്ങളെ അവഗണിച്ച് മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ അവരെന്ത് ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഓടി നിങ്ങളുടെ അടുത്ത് ആ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇനി അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചില്ല എങ്കിൽ കൂടിയും അവരുടെ മനസ്സിലുണ്ട്, ഞാൻ ഓക്കെ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് എന്നിട്ട് നമുക്കൊരു സെലിബ്രേഷൻ വേണം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരുന്ന ആ ഒരു സമയങ്ങൾ അതൊക്കെ എപ്പോഴും അവരെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ഓർമ്മകളും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോയതുപോലെയാണ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. അത് അവർ ടെൻഷൻ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ നല്ല രീതിയിൽ പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ല എങ്കിൽ കൂടിയും നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷയായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് പോയതുപോലെ ഈ വ്യക്തി വിചാരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ ഒരു അസ്വസ്ഥതയാണ് അവർക്ക് എപ്പോഴും. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുള്ളത് പല പല പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണ് ഉള്ളത്. അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് തീർക്കാനായിട്ട്. അവർക്ക് ജോലിയുടെ ഒത്തിരി പ്രഷർ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇനി ഒരു ജസ്റ്റിസ് തരണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നല്ല കമ്മിറ്റഡ് ലൈഫ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അവർ സങ്കടപ്പെടുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ അവർ ഒത്തിരി വിഷമിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. പക്ഷെ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ടും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഏത് സമയത്തും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആണ് ഇവിടെ സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ഡ്രീം കാണുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും. നമുക്കത് ഫസ്റ്റ് തന്നെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതൊരു പുതിയ തുടക്കം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങളുമായിട്ടില്ല. നിങ്ങളോട് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സും സ്നേഹവും ഒക്കെ തന്നെയാണുള്ളത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും ഒരു സ്നേഹം, കെയറിങ് ഒക്കെ തരാനൊക്കെ ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജീസാണ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കം എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, വളരെയധികം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ദിസ് ടൈം ഐ ആം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ റെഡി അല്ല. കാരണം അവർക്ക് മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി അവർക്ക് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവരെ പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാക്കിയിരുന്നത്. ഞാൻ ഓൾറെഡി റീഡിങ് പറഞ്ഞു, നിങ്ങൾ അവിടെ ഉണ്ട്,
നിങ്ങളുമായിട്ട് അധിക നേരം സംസാരങ്ങൾ ഉണ്ടാവില്ല, നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടാവില്ല, പ്രതീക്ഷകൾ കൈമാറുന്നില്ല, സ്നേഹം കൈമാറുന്നില്ല, കെയറിങ് നടത്തുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഐ നോ ഐ ഹർട്ട് യു. ഓക്കെ, അവർക്ക് പല സമയത്തും നിങ്ങളോട് മോശമായ രീതിയിൽ ഹർട്ടായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. യെസ്, ഐ ആം ജെലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനിവൺ, യു ആർ മൈൻ. ഓക്കെ, അവർക്ക് പലപ്പോഴും ജലസ്, അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങളെ ആർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആണ് അവർക്ക്, കാരണം നിങ്ങൾ അവരുടെ മാത്രമാണ് എന്നവർ വിശ്വസിക്കുന്നു. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. കാരണം അവരൊരിക്കലും നിങ്ങളോടൊപ്പം ചെലവഴിച്ച സമയങ്ങൾ അവർക്ക് ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. I am missing you so much right now. I wish you could here beside me. I miss you, I miss you, I miss you. ഓക്കെ, അവർക്ക് വളരെയധികം ഒരു മിസ് ഫീലിംഗ് ഈ ഒരു സമയത്ത് തോന്നുന്നു. കാരണം ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നതായിട്ട് ഒരു എനർജി നമുക്ക് സോൾ മെസ്സേജസിലൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, right now I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ വളരെയധികം ക്ഷമ ചോദിക്കുകയാണ്. അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ സെൽഫിഷ് ആയിരുന്നു, ഇൻമെച്ചുർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. കാരണം നിങ്ങളെയും കൂടി അവർ കെയർ ചെയ്യേണ്ടതായിരുന്നു. അവരുടെ കരിയറും അതുപോലെ തന്നെ അവരുടെ മറ്റു പ്രശ്നങ്ങളുമായിട്ട് അവർ പോകുന്ന ടൈമിൽ തന്നെ നിങ്ങളെയും കൂടി കെയർ ചെയ്യേണ്ടതായിരുന്നു. അതിനായിട്ട് അവർക്ക് പറ്റിയില്ല. അവരുടെ ഒരു സെൽഫിഷ് അല്ലെങ്കിൽ ഇൻമെച്ചുറായ ഒരു ബിഹേവിയർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ മനസ്സിലാക്കിയാണ്. നിങ്ങളോട് അതിന് ക്ഷമ ചോദിക്കുന്നു, അവർ സോറി പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു സോൾ മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവായ പേഴ്സൺ ആയിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 29 നമുക്ക് കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്സ്, ന്യൂ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 41 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എ കിട്ടുന്നുണ്ട്. ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്നൊരു ക്ലൂ കിട്ടുന്നു. നമ്പർ 54 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതൊക്കെ. ഹോണസ്റ്റ്, സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നമ്പർ 13 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കാനും കളി കാണാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ചോക്ലേറ്റ് ലവർ, ഓക്കെ, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാകാം. 49 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 1 നമുക്ക് കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്ന റേഞ്ചുകൾ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ചാരിറ്റി, നവംബർ മന്ത്, ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.